ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ പാസ്റ്റ് ടെൻസുകൾ അതിൻ്റെ സബ് ടോപ്പിക്കുകൾ ഒക്കെയാണ് പഠിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ പാസ്റ്റ് ടെൻസിൻ്റെ അവാന്തര വിഭാഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ യൂസേജും വെർബ് ഫോംസൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചത്. ഇന്ന് മൂന്നാമത്തേതും അവസാനത്തെയും ടെൻസായ ഫ്യൂച്ചർ ടെൻസുകളാണ് ഈ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്യൂച്ചർ ടെൻസുകൾ, ഫ്യൂച്ചർ അതായത് നമ്മൾ മലയാളത്തിൽ പറയും ഭാവി കാലം, വരാൻ പോകുന്ന കാലങ്ങൾ, കാര്യങ്ങളെ കാണിക്കാൻ, പ്രവൃത്തിയെ കാണിക്കാൻ ഫ്യൂച്ചർ ടെൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫ്യൂച്ചർ ടെൻസുകൾ, ഏതും ഫ്യൂച്ചർ ടെൻസ് നമ്മൾ തിരിച്ചറിയാൻ രണ്ട് തരത്തിലുള്ള മൊഡാൽ ഓക്സിലറി വെർബ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് വില്ല്, ഷാല് എന്നിവയാണ് പൊതുവെ ഫ്യൂച്ചർ ടെൻസുകളിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ. ഇതിൻ്റെ കൂടെ V1 ഫോമിലുള്ള ക്രിയകൾ, ഇപ്പം വിൽ ഗോ എന്നും വിൽ റൈറ്റ് എന്നും വിൽ സ്പീക്ക് എന്നും വിൽ ടേക്ക് എന്നും വിൽ ടീച്ച് എന്നും വിൽ സ്റ്റഡി എന്നും വിൽ ട്രാവൽ എന്നും വിൽ ബൈ എന്നൊക്കെയാണ് വരിക. അല്ലെങ്കിൽ ഷാൽ ബൈ, ഷാൽ ഗോ, അതുപോലെ തന്നെ ഷാൽ ടേക്ക്, ഷാൽ ക്യാച്ച്, ഷാൽ ട്രാവൽ, ഷാൽ ബൈ, ഇങ്ങനെ വരും. അപ്പോൾ വില്ല് ഓർ ഷാൽ ഇവയുടെ ശേഷം നമ്മളെ V1 ക്രിയകൾ, V1 ക്രിയ എന്ന് പറഞ്ഞാൽ ബേസ് വെർബ്. ഇപ്പോൾ റൈറ്റ് റോട്ട് റിട്ടേൺ എന്ന് എഴുതുമ്പോൾ ആ ഫസ്റ്റ് ഫോമായ ബേസ് വെർബാണ് ഇതിൽ ഉപയോഗിക്കുക. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അതായത് പ്രസൻറ്റ് ടെൻസിൻ്റെ ഫസ്റ്റ് സബ് ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ പാസ്റ്റിൻ്റെ ഫസ്റ്റ് സബ് ടോപ്പിക് സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു. അതുപോലെ ഫ്യൂച്ചർ ടെൻസിൻ്റെ ആദ്യത്തെ അവാന്തര വിഭാഗം എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ, സബ്ജക്റ്റിന് ശേഷം ഒന്നിക്കിൽ ഷാല് അല്ലെങ്കിൽ വില്ല് പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ്. ഒരു ഫ്യൂച്ചർ ടെൻസ് ഇങ്ങനെയാണ്. വിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വായിക്കാം. നമ്മുടെ മനസ്സിൽ വരുന്ന ആശയം എഴുതും, വിൽ ഗോ പോകും, ഷാൽ ഗോ പോകും, ഷാൽ റൈറ്റ് എഴുതും, ഷാൽ സ്പീക്ക് സംസാരിക്കും, ഷാൽ ടേക്ക് എടുക്കും. ഇങ്ങനെയാണ് വരിക. പോകും, വരും, സംസാരിക്കും, എടുക്കും, വാങ്ങിക്കും, ചെയ്യും, കാണും എന്നൊക്കെ പറയുന്നതാണ് ഫ്യൂച്ചർ ടെൻസുകളുടെ ആശയം എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഫോംസ് ആണ് സബ്ജക്റ്റിന് ശേഷം വില്ലോ അല്ലെങ്കിൽ ഷാലോ എന്നീ മൊഡാലോസുകൾ വരികയും അതിനുശേഷം V1 ഫോം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വില്ലും ഷാലും വരുമ്പോൾ നമ്മൾ ശരിക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഐ ഷാലാണ്, അതുപോലെ വിയും ഷാലാണ് പൊതുവെ. അതായത് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗണുകളാണ് ഐയും വിയും ഇംഗ്ലീഷിൽ. പിന്നെ സെക്കൻഡ് പേഴ്സണിൽ വരുന്നതാണ് യു രണ്ട് തരമുണ്ട്. യു നിങ്ങൾ നടത്തിലും നീ എന്ന നടത്തിലും. സിംഗുലർ യു ഉണ്ട്, അതുപോലെ തന്നെ ബഹുവചനമായ യു ഉണ്ട്. സിംഗുലറിൽ യുവിൻ്റെ അർത്ഥം നീ എന്നാണെങ്കിൽ ബഹുവചനത്തിൽ യുവിൻ്റെ അർത്ഥം നിങ്ങൾ എന്നാണ്. ഇത് സെക്കൻഡ് പേഴ്സൺസ് പ്രൊനൗൺ എന്ന് പറയും, സെക്കൻഡ് പേഴ്സണൽ പ്രൊനൗണുകൾ. അതുപോലെ തേർഡ് പേഴ്സൺ പ്രൊനൗണുകളാണ് ഷീ, അതുപോലെ തന്നെ ഹി, ദേ എന്നീ പറഞ്ഞിരിക്കുന്നത് തേർഡ് പേഴ്സൺ പ്രൊനൗണുകളാണ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗണുകളായ ഐയും വിയും നോർമലിൽ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ, സ്വാഭാവികമായിട്ടൊരു കാര്യം പറയാൻ നമ്മൾ ഷാലാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഐ ഷാൽ ഗോ കോഴിക്കോട് ടുമാറോ എന്ന് പറയുമ്പോൾ ഞാൻ നാളെ കോഴിക്കോട് പോകും. വി ഷാൽ ടേക്ക് അവർ ലഞ്ച്, ഞങ്ങളുടെ ഉച്ചഭക്ഷണം എടുക്കും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു അധികമൊന്നുമല്ലാതെ പോകും, വരുമെന്ന് പറയുന്ന മീനിങ്ങിൽ എടുക്കുന്ന നോർമൽ കേസിൽ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗണായ ഐയുടെയും വിയുടെയും കൂടെ ഷാലാണ്. അതുപോലെ സെക്കൻഡ് പേഴ്സൺ പ്രൊനൗണുകളായ യു, നിങ്ങളെന്ന് പറഞ്ഞതിലും നീ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന യു. അതുപോലെ തന്നെ തേർഡ് പേഴ്സൺ പ്രൊനൗണുകളായ ഷി, അവൾ, അതുപോലെ ഹി, ദേ ഇവയൊക്കെ എടുക്കുന്നതും വില്ലാണ്. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ പ്രൊനൗണുകൾ സ്വാഭാവികമായിട്ട് നോർമലായി എടുക്കുന്നത് വില്ലാണ്. യു വിൽ ഗോ, ഷീ വിൽ ഗോ, ഹി വിൽ ഗോ, ദേ വിൽ ഗോ ആണ്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നോർമൽ കേസിൽ ഉപയോഗിക്കുന്ന വില്ല് എന്ന് പറയുന്ന ഫീച്ചറിനെ കാണിക്കുന്ന മൊഡാൽ ഓക്സറി ഹീൻ്റെയും ഷീൻ്റെ ഇറ്റിൻ്റെയും യുവിൻ്റെ ഒക്കെ കൂടെ വരും. നോർമൽ ആയിട്ടൊരു അർത്ഥം, അതായത് യു വിൽ ഗോ, നീ പോകും. യു വിൽ സ്റ്റഡി, നീ പഠിക്കും. ഷീ വിൽ ഗോ, അവൾ പോകും. ഷീ വിൽ റൈറ്റ്, അവൾ എഴുതും. ഹീ വിൽ റൈറ്റ്, അവൻ എഴുതും. യു വിൽ ടേക്ക്, നീ എടുക്കും. യു വിൽ ടേക്ക്, നിങ്ങൾ എടുക്കും. നോർമൽ കേസിൽ ആണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഫസ്റ്റ് പേഴ്സണിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഷാല്, അതായത് ഐൻ്റെ കൂടെയും വീൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഷാല് നമ്മൾ സെക്കൻഡ് പേഴ്സണിലും തേർഡ് പേഴ്സണിലും ഉപയോഗിക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഒരു സർട്ടനിറ്റിനെ കാണിക്കണം, ഷുവർട്ടിനെ കാണിക്കുകയാണ്. ഇപ്പോൾ യു ഷാൽ ഗോ എന്ന് പറഞ്ഞാൽ നീ അവിടെ പോകുക തന്നെ ചെയ്യും എന്നാണ്. ഹി ഷാൽ ഗോ, ദേ ഷാൽ ഗോ, ഹി ഷാൽ ഗോ, ഷീ ഷാൽ ഗോ. ഇവ വരുമ്പോഴേ ഇതിന് കൂടുതൽ എന്താണ്, എന്തു തന്നെയായാലുള്ള അർത്ഥമാണ്. ഷീ ഷാൽ ഗോ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യാനും പോകും. ഹി വിൽ ഗോ എന്ന് പറഞ്ഞാൽ അവൻ പോകുമെന്ന് അർത്ഥം. എന്നാലേ ഹി ഷാൽ ഗോ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് തന്നെയാലും പോകും. യു ഷാൽ ഗോ, നീ എന്ത് തന്നെയാലും പോകും എന്നർത്ഥം. ഇത് തിരിച്ചിട്ട് വില്ല് അവിടത്തേക്ക് പോകുമ്പോൾ വീൻ്റെയും ഐൻ്റെയും കൂടെ ഉപയോഗിക്കും. അങ്ങനെ വരിക ഐ വിൽ ഗോ, ഞാൻ പോകുക തന്നെ ചെയ്യും. ഷുവർട്ടാണ്, സർട്ടനിറ്റിനെ കാണിക്കുക. അതുപോലെ വി വിൽ ഗോ, ഞങ്ങൾ പോകുക തന്നെ ചെയ്യും. അപ്പം നോർമൽ കേസിൽ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കണ്ടു. ഐ വി എടുക്കുന്നത് ഷാലാണ്. സെക്കൻഡ് പേഴ്സണിലും തേർഡ് പേഴ്സണിലുമുള്ളായ യുവും അതുപോലെ ഹിയും ഷിയും ദേ എന്ന തേർഡ് പേഴ്സണിലും എടുക്കുന്നത് നോർമൽ കേസിൽ വില്ലാണ്. ഇത് തിരിച്ചു മറിച്ച് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പോകുമെന്നുള്ളത് എന്ത് തന്നെയാലും പോകുമെന്നും എടുക്കുമെന്നുള്ളത് എന്ത് തന്നെയാലും എടുക്കുമെന്നും പഠിക്കുമെന്നുള്ളത് എന്ത് തന്നെയാലും പഠിക്കുമെന്നുള്ള ഒരു സർട്ടനിറ്റിനെ കാണിക്കുന്നു. ഇതേ ഇതിൽ മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കേസിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ പൊതുവെ അതിൻ്റെ കൂടെ വില്ല് ഉപയോഗിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ശരിക്കും ഉപയോഗിക്കുമ്പോൾ അത് എന്ത് കഴിഞ്ഞാലും ഐ വിൽ മേരി ഹെയർ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് കഴിഞ്ഞാലും അവിടെ കല്യാണം കഴിക്കുമെന്നാണ്. അപ്പോൾ വില്ല്, ഷാലി എന്നീ മൊഡാൽ ഓക്സറികൾ V1 ക്രിയേൻ്റെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സിമ്പിൾ ഫീച്ചർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐ ഷാൽ റൈറ്റ്, ഞാൻ എഴുതും. വി ഷാൾ റൈറ്റ്, ഞങ്ങൾ എഴുതും. യു വിൽ റൈറ്റ്, നീ എഴുതും. യു വിൽ റൈറ്റ്, നിങ്ങൾ എഴുതും. ഹി വിൽ റൈറ്റ്, അവൻ എഴുതും. ഷീ വിൽ റൈറ്റ്, അവൾ എഴുതും. ദേ വിൽ റൈറ്റ്, അവർ എഴുതും. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ റൈറ്റിംഗ് ഫോർമേഷനും അതിൻ്റെ വെർബ് ക്രിയേഷനും.